hello guys, once again welcome back to my YouTube channel. ആക്ച്വലി ഈ വീഡിയോ നമ്മുടെ ക്രിസ്മസ് വ്ളോഗിൽ വരേണ്ടതായിരുന്നു. ക്രിസ്മസിന് ഞങ്ങൾ പോയൊരു ഔട്ടിംഗ് ആണ് ത്രൂ ഔട്ട് നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പം എൻ്റെ ഫാമിലിയും അതുപോലെ സിന്ധു ചേച്ചിയും ഫാമിലിയുമായിട്ടാണ് പോകുന്നത്. പക്ഷേ ഇത് ഞാൻ തിരക്ക് കാരണം ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന്. കഴിഞ്ഞ വർഷത്തെ വ്ളോഗാണെങ്കിലും അപ്പോൾ എല്ലാവരും കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഓർത്തു നമ്മൾക്ക് സ്വാഭാവികമായിട്ട് പോകാനുള്ള സ്ഥലമാണ് ഒന്നെങ്കിൽ മൂന്നാർ ഗ്യാപ്പ് റോഡ് അല്ലെങ്കിൽ ആനയിറങ്ങൽ. ഈ രണ്ട് സ്ഥലത്താണ് നമ്മൾ എന്ത് പരിപാടിക്കും പോകുന്നത്. ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ പോകുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ആനയിറങ്ങലാണ്. ആനയിറങ്ങലിൽ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു, അടിപൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ. അച്ചു കുറേ നാൾ ശേഷമാണ്, പുള്ളിക്കാരി നേഴ്സിംഗ് പഠിക്കുവാണ്. അപ്പം കുറേ നാൾ ശേഷമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വരികയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. മിക്കപ്പോഴും അവൾ ഒരു പരിപാടിക്കും കാണാറില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഈ കുറുക്കുറ പോലത്തെ സാധനങ്ങളും കുറച്ച് ഓറഞ്ചും നൂഡിൽസ് അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങി. സ്ഥിരം നമ്മൾ കസ്റ്റമേഴ്സാണ് അവിടുത്തെ. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ റീല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് ഫോട്ടോസ് പോലെ റീൽ ചെയ്യാനുള്ള വീഡിയോ. പക്ഷേ അന്നേരം അവിടെ തീരെ റേഞ്ചില്ലാത്ത നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഗ്യാപ്പ് റോഡിലോട്ട് പോയി. ആനയിറങ്ങൽ ഒത്തിരി താഴത്തോട്ട് പോയില്ല, കാരണം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അതുകൊണ്ട് അങ്ങോട്ട് താഴത്തോട്ട് നമ്മൾ ഒത്തിരി പോയില്ല. നമ്മളെന്തായാലും വന്നു കഴിഞ്ഞപ്പോ പാമ്പളയില് 3 പ്രേതങ്ങൾ, അതിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഒരു കാര്യമൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും വേണല്ലോ. അതെ അതെ, എന്റെ പൊന്നേ. പുഴുങ്ങി ചുട്ടതാണ്, ഒരു പുഴുങ്ങിയത് വെച്ചിട്ട് അതൊന്ന് പീസാക്കി തരുമോ? മൂന്നാമത്തെ മാങ്ങയെ വരഞ്ഞ് ഉപ്പിട്ട് പൈസ കിലോ, ഇത് കിലോയാണോ? ചുട്ടതും കട്ട് ചെയ്ത് തരണേ. എനിക്ക് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ஞாபகம் வருகுதே, உள் தவிக்குதே, இமை மூடாமல் நான் துடித்தேனே. ஞாபகம் மோதுதே, மனம் ஏங்குதே, வாராமல் தாராமல் மனம் எங்கோ போகுதே. வாராமல் தாராமல் மனம் எங்கோ போகுதே. ஞாபகம் மோதுதே, மனம் ஏங்குதே, ஞாபகம் வருகுதே, உள் தவி
പൈസ കൊടുത്താ ജ്ഞാപകം അതേ സൗരഭം വീണ്ടും അതേ ജ്ഞാപകം അതേ സൗരഭം വീണ്ടും വേണ്ടുമേ ഒരു മുறை എൻ പിഴை മറந்து நீ வந்திடு உனை பிரிந்தேங்கிறேன் வந்திடு ஒரு முறை என் பிழை மறந்து நீ வந்திடு இன்று நான் கேட்கிறேன் வந்தி അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് റോഡ് വഴി പോകുമ്പോൾ നമുക്ക് കുറേ നല്ല സൺസെറ്റ് കാണാനുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നല്ല ക്ലൈമറ്റും കാര്യങ്ങളും. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തു. അവിടെ അത്യാവശ്യം റേഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് നല്ല റേഞ്ച് ഉണ്ട്, പക്ഷേ എൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് റേഞ്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അന്നേരം ഈ വെള്ളച്ചാട്ടത്തിന് അവിടെ വന്നിട്ടുള്ള ഫോട്ടോസ് ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ എന്തോ ഒരു എന്താ പറയുക, ഇതൊരു ചടങ്ങാന്ന് തോന്നുന്നു. എല്ലാവരും കുടമല്ല, ഒരു ചട്ടിയുടെ മുകളിൽ പയറ് മുളപ്പിച്ച് അവിടെ ഒരു വിഗ്രഹമുണ്ട്, അവിടെ കൊണ്ട് വെക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. കാരണം കിച്ചുവിനൊക്കെ നേരെ തിരിച്ചവർക്ക് എറണാകുളത്തോട്ട് പോകണം. അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകണം. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലിരുന്ന് കുറച്ച് നേരം അന്താക്ഷരിയും കാര്യങ്ങളൊക്കെ കളിക്കാൻ ഓർത്തു. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 3 ടീമായിട്ട് തിരിഞ്ഞ് പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവത്തെ പറ്റി സിന്ധു ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പോരുന്ന വഴിക്ക് എന്തോ ഒരു രൂപം ഇങ്ങനെ കണ്ടു, എന്താ പറയുക, ഒരു ഗോസ്റ്റ് ഫീലൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ച് അങ്ങനെ ഞങ്ങൾ പോയി. ഇത്രയൊക്കെ ഞങ്ങളുടെ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവർ ബൈ. ഇന്നെനിക്കൊരു ദൂത് പോകാമോ, ആരും കാണാതെ ഒന്നവിടെ ചെല്ലാമോ, കുറിമാനം കൊണ്ടേ പോരാമോ. ഈ നല്ല മുഖം വാടിയത് ഇന്നലെ ഓടിത്തളരണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തൊരുമ നൽകാം. ഉമ്മ നൽകാം. ഊഞ്ഞാല ഊഞ്ഞാല പാട്ടില്ലേ പാടിക്കോ.